ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഹുവാനയുടെ അമ്മ മരുമകൻ വീട്ടിലേക്ക് വരാൻ പോവാണല്ലോ എന്നും പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അതേ ടൈം ലിയാങ്ങും ഹുവാനയുടെ വീട്ടിലേക്ക് വരാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കായിരിക്കും. അപ്പൊ പെട്ടെന്ന് അവന്റെ അമ്മ അകത്തേക്ക് കയറി വരും. എത്രയും പെട്ടെന്ന് റെഡിയായി വാടാ, ആ ഷാങ്ക് മാഡത്തിന്റെ മകളെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അവളെ നമുക്കിപ്പോ പോയി മീറ്റ് ചെയ്യാന്ന് പറയും. എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ എനിക്ക് ആ അലയൻസിൽ താല്പര്യമില്ലാന്ന്. ഞാനിപ്പോ ഹുവാനയുടെ വീട്ടിലേക്ക് പോവാനായിട്ട് നിൽക്കുവാന്ന് പറയും. എടാ, എനിക്ക് എന്തായാലും ഈ മീറ്റിംഗ് മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. നിന്റെ ഫാദറും ഷാങ്ക് മാഡവും ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ നീ ഈ മീറ്റിങ്ങിന് ചെല്ലാണ്ടിരുന്നാല് അത് അച്ഛന് ഹേർട്ടിങ് ആവില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാലും ഞാൻ വരാം, അധിക നേരമൊന്നും അവിടെ ഇരിക്കില്ല, എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോകുമെന്നൊക്കെ പറഞ്ഞു നിൽക്കും. അങ്ങനെ ലിയാങ്ങിനെയും കൂട്ടി അവന്റെ അമ്മ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. പക്ഷെ അതൊരു മീറ്റിംഗ് അല്ല, ലിയാങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൈൻഡ് ഡേറ്റ് ആണത്. അങ്ങനെ ലിയാങ്ങിനെയും ഷാങ്ക് മാഡത്തിന്റെ മകളെയും കൂടി ഒരു ടേബിളിൽ ഇരുത്തും. ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ലിയാങ്ങിന്റെ അമ്മയും ഷാങ്ക് മാഡവും ഇരുന്ന് ഇവരെ നോക്കുന്നൊക്കെയുണ്ട്. ലിയാങ്ങിനാണെങ്കിലോ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കണം, പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അമ്മയാണെങ്കിലോ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലിയാങ്ങിന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനും പറ്റുന്നില്ല, ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിന് അത് കണ്ട പെൺകുട്ടിയും എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നത്, നിങ്ങൾ അത്രയ്ക്കും ബിസിയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഞാൻ ബിസിയാണെന്നും പറഞ്ഞിട്ട് ലിയാങ് പയ്യെ അമ്മയെ നോക്കും. അമ്മ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ ആരും കേൾക്കാത്ത വിധത്തില് ആ പെൺകുട്ടിയുടെ അടുത്ത്, ഞാനേ ഇപ്പൊ ഒരു കാര്യം പറയാം, എന്നെ ഫോഴ്സ്ഫുള്ളി ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്നതാണ്. എനിക്ക് വേറെ ഫീലിങ്സ് ഒന്നും നിങ്ങളുടെ അടുത്തില്ല. ഓൾറെഡി എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതുമല്ലാണ്ട് ഇന്ന് ചെന്ന അവളെ മീറ്റ് ചെയ്യാന്ന് ഞാൻ പ്രോമിസ് വരെ കൊടുത്തതാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ആ പെൺകുട്ടിയും, അപ്പോ നീ കാണിക്കുന്നതെല്ലാം ആക്ടിങ് ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി നിന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി മാറി മാറി നല്ല രീതിക്ക് ആക്ട് ചെയ്തോണ്ടിരിക്കും. ഇവരുടെ മുമ്പിൽ നല്ല രീതിയിൽ ഇവര് സിങ്ക് ആവുന്നുണ്ടെന്ന് കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ലിയാങ്ങിന്റെ അമ്മയോ, ഓ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു, എന്തായാലും നമുക്ക് അവർക്കൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കണ്ടേ, നമുക്ക് ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞിട്ട് ലിയാങ്ങിന്റെ അമ്മയും ഷാങ്ക് മാഡവും കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതേ ടൈം ഇങ്ങനെ കാണിക്കാണ്, അവന്റെ ഗ്രാൻഡ്മേനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തൊക്കെ നടക്കാനായിട്ട് തുടങ്ങും. അതിനിടയിൽ ഗ്രാൻഡ്മ, മോനെ നിനക്ക് ഈ മരം ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഈ മരത്തിനെയൊക്കെ കുറിച്ച് ഞാൻ എന്തിനാ ഓർത്തു വെച്ചിരിക്കുന്നത്? പിന്നെ എനിക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു സ്പേസില് ഈ ഒരു മരം നിൽക്കേണ്ട ആവശ്യമേ ഇല്ലാന്ന് പറയും. എടാ, നീയേ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വെച്ച മരമാണിത്, അതൊന്നും നിനക്ക് ഓർമ്മയില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഓ ഗ്രാൻഡ്മ, എനിക്കിതൊന്നും ഓർമ്മയേ ഇല്ല. എന്തായാലും ഗ്രാൻഡ്മക്ക് നല്ല ഓർമ്മശക്തിയാണെന്ന് പറയും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, നിന്റെയൊക്കെ ഓർമ്മയിലല്ലേ ഞാൻ ജീവിക്കുന്നത്. നീ കുഞ്ഞായിരിക്കുമ്പോ തന്നെ നിന്റെ പാരന്റ്സിന്റെ കൂടെ നീ ഫോറിനിലേക്ക് പോയില്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ നിനക്ക് ഇതൊന്നും ഓർമ്മ വരാത്തത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഗ്രാൻഡ്മ, സുഖമാണ്. അല്ല മോനെ, നിന്റെ ഡാഡ് ഇപ്പോ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കും. ഡാഡ് ഇപ്പോ ജയിലിലല്ലേ, എന്തായാലും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ എന്തായാലും പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പോവില്ല, 1-2 വർഷം ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയും. ആ, എന്തായാലും നീ ഇവിടെ നിൽക്കും, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് തരാന്ന് പറയും. ആ ഗ്രാൻഡ്മ, നിങ്ങൾ ഉണ്ടാക്കിത്താ, ഞാൻ കഴിച്ചോളാം. അല്ല ഗ്രാൻഡ്മ, എനിക്കൊരു ഡൗട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നഴ്സിംഗ് ഹോമിൽ നിൽക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നാ പോരെ എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് അറിഞ്ഞൂടെ മോനെ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് മാരേജ് ചെയ്തത്. അതുമല്ലാണ്ട് നിന്റെ മുത്തച്ഛൻ ഓൾറെഡി ഡിവോഴ്സ് ആയി ഒരു മകനും ഉള്ളതാണ്. അവനാണല്ലോ ഇപ്പോ വീട്ടില് താമസിക്കുന്നത്. ഒന്നാമത് അവൻ എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഞാൻ അവിടെ ചെന്ന് താമസിച്ച അതൊന്നും ശരിയാവില്ല. പിന്നെ നിന്റെ മുത്തച്ഛനൊരു പേരക്കുട്ടിയില്ലേ, അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാറുണ്ട്. ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്, ഭയങ്കര ചാമിങ് ആണ്. അതുമല്ലാണ്ട് നീ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിൽ തന്നെയാണ് അവളും വർക്ക് ചെയ്യുന്നത്. അവളുടെ പേര് ഹുവാനെ എന്നാണെന്ന് പറയും. ഈ പേര് കേട്ട് നിങ്ങൊന്ന് ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ തന്നെ ഗ്രാൻഡ്മയും, വാ മോനെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറും. ലിയാങ് ഇപ്പോ ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് വന്നിരിക്കുന്ന റെസ്റ്റോറന്റില്ലേ, അതേ സെയിം ഹോട്ടലിലേക്കാണ് ഇവര് രണ്ടുപേരും കൂടി ചെല്ലുന്നത്. കയറി ചെന്ന ഉടനെ തന്നെ ഗ്രാൻഡ്മ ലിയാങ്ങിനെ കാണും. അങ്ങനെ നേരെ ലിയാങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. എന്താ മോനെ നീ ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കും. അത് ഗ്രാൻഡ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ലിയാങ് പറയാനായിട്ട് വരുമ്പോ തന്നെ ആ പെൺകുട്ടി ചാടി കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഡേറ്റ് ആണെന്ന് പറയും. അപ്പൊ തന്നെ ലിയാങ്ങും, ഇല്ല ഗ്രാൻഡ്മ ഇല്ല, ഇത് വെറും ആക്ടിങ് ആണ്,
അല്ലാണ്ട് ഒന്നുമല്ല എന്ന് പറയും. ആ ഓക്കെ ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി എന്നും പറഞ്ഞിട്ട് ഗ്രാൻഡ്മ അവിടെ നിന്ന് പോകും. അതേ ടൈം ഹുവാനയും ഫാമിലിയും ലിയാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒന്നും കഴിക്കാണ്ടിരിക്കുവാണ്. ഒരുപാട് ഫുഡൊക്കെ ലിയാങ്ങിന് വേണ്ടി ഹുവാനയുടെ അമ്മ ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം ആകുമ്പോഴത്തേക്കും ഷാവിനാണെങ്കിൽ വിശക്കാനായിട്ട് തുടങ്ങും. എന്തായാലും കുറച്ച് ഫുഡ് എടുത്ത് കഴിച്ചേക്കാന്നും പറഞ്ഞു വരും. അപ്പൊ അമ്മ തടുത്തിട്ട് ഇതെല്ലാം എന്റെ മരുമകന് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്, എന്തായാലും അവൻ വന്ന് പോയിട്ട് കഴിക്കാന്നും പറഞ്ഞ് നിൽക്കും. ഇത് കേൾക്കുമ്പോ ഹുവാനക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അവനെ ട്രാഫിക്കിൽ പെട്ടുപോയി, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്, പെട്ടെന്ന് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കും. ആ ടൈമിനാണ് ഗ്രാൻഡ്മയുടെ അടുത്ത് നിന്നും ഹുവാനക്ക് മെസ്സേജ് വരുന്നത്. ഞാനൊരു റെസ്റ്റോറന്റിൽ വെച്ച് ലിയാങ്ങിനെയും കൂടെ ഒരു പെൺകുട്ടിയെയും കണ്ടു, എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഡേറ്റ് ആണെന്ന് ആ പെൺകുട്ടിയും ഫേക്ക് ആണെന്ന് ലിയാങ്ങും പറയുന്നുണ്ട്. എന്തായാലും നീ അവന്റെ മേത്തൊരു കണ്ണ് വെച്ചോന്ന് പറയും. ഈ ഒരു മെസ്സേജ് കണ്ട് ഹുവാനോ ഒന്ന് ഷോക്കാകും. അങ്ങനെ തന്നെ അമ്മേനെ വിളിച്ച് അമ്മ നിങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചോ, അവൻ വരാനായിട്ട് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അവനാ എനിക്കിപ്പോ ടെക്സ്റ്റ് അയച്ചത്. പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്, എനിക്കൊരു പാർസല് വരുന്നുണ്ട്, ഞാനത് വാങ്ങി വെച്ചിട്ട് വരാന്നും പറഞ്ഞ് ഹുവാന പയ്യെ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ തന്നെ ഫോൺ എടുത്തിട്ട് ലിയാങ്ങിന് കോൾ ചെയ്ത് ഒരുപാട് ചീത്ത പറയാനായിട്ട് തുടങ്ങും. സോറി മോളെ ഇതേ ഞാൻ എത്തിയെന്നും പറഞ്ഞിട്ട് ലിയാങ് ഒരുപാട് ഗിഫ്റ്റുമായിട്ട് ഹുവാനയുടെ അടുത്തേക്ക് ഓടി വരും. വാ വാ, ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി അകത്തേക്ക് പോവാന്ന് പറയും. നീ എന്തൊക്കെയായി ചെയ്യുന്നത്, എനിക്ക് നിന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, നീ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. ഹുവാന ഞാൻ പറയുന്നത് ആദ്യം നീ ഒന്ന് കേൾക്ക്, ഞാൻ ഒരുപാട് നുണകളൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നീ എന്നെ വിട്ടുപിരിഞ്ഞു പോകുമോ എന്നുള്ള പേടിയിലാണ് ഈ 3 വർഷം നുണ പറഞ്ഞ് ഹാൻഡിൽ ചെയ്ത് നിന്നത്. പക്ഷെ നിന്നോടുള്ള സ്നേഹം അത് സത്യമായിരുന്നു. ഞാനിപ്പോ ഒരു പ്രോബ്ലത്തിൽ പെട്ടുപോയി, അത് നീ വിശ്വസിക്കണം, വാ നമുക്ക് അകത്തേക്ക് പോവാ, നീ എന്നെ വിശ്വസിക്കുന്ന ഇങ്ങനെ പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കും. ഞാനിനി നിന്നെ എങ്ങനെ വിശ്വസിക്കും, എനിക്ക് ആവശ്യമുള്ള ടൈമിനൊന്നും നീ എന്റെ കൂടെ നിൽക്കാറേയില്ല, എങ്ങോട്ടോ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആകെ കുഴപ്പത്തിലായിട്ട് നിൽക്കാണ്. ആ ടൈമിന് ഷാവും പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന് ഇവര് സംസാരിക്കുന്നതൊക്കെ കാണുന്നൊക്കെയുണ്ട്. ഇനി ഇവരെന്ത് ചെയ്യുമെന്നുള്ള ടെൻഷൻ പുള്ളിക്കാരന്റെ ഉള്ളിലും വരും. ആ ടൈമിന് പെട്ടെന്ന് ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് ലിയാങ്ങിന്റെ മുതുകത്തിട്ട് ബാഗ് കൊണ്ടടിക്കും. തിരിഞ്ഞു നോക്കുമ്പോ വേറെ ആരുമല്ല, നമ്മുടെ ഹുവാനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സിയാണ്. ഒരു തവണ അമ്മ പോലും പറഞ്ഞിട്ടില്ലേ നിന്റെ ഫ്രണ്ട് അവള് മാരേജ് ചെയ്ത് ഇപ്പൊ കുട്ടിയുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുവാണെന്ന്, ആ ഒരു പെൺകുട്ടിയാണിത്. ഇവളെ കണ്ടിട്ട് ഷാവും നല്ല രീതിക്ക് ഹാപ്പി ആവുന്നുണ്ട്. അതേ ടൈം ചെയ്യും ആരാടാ നീ നടു റോട്ടി കിടന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ബുള്ളി ചെയ്യുന്നോ, ആരാടാന്ന് പറഞ്ഞിട്ട് ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ഒരു സെക്യൂരിറ്റി പെട്ടെന്ന് വന്ന് സാർ നിങ്ങളുടെ കാറല്ലേ ആ നടു റോട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്, അതൊന്ന് എടുത്ത് മാറ്റാമോ, ഇപ്പതേ അവിടെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുവാന്ന് പറയും. അപ്പൊ തന്നെ ചെയ്യും പോടാ നീ ആദ്യം പോയി നിന്റെ കാർ എടുത്ത് മാറ്റി എന്നിട്ട് വന്ന് സംസാരിക്കാന്നും പറഞ്ഞിട്ട് ലിയാങ്ങിനെ നല്ല രീതിക്ക് ആട്ടി വിടും. അപ്പൊ തന്നെ ഹുവാന നീ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തായാലും എനിക്ക് ഒരുപാട് ഹാപ്പിയായി, പിന്നെ ഇവിടെ നടന്ന കാര്യം നീ എന്റെ പാരന്റ്സിന്റെ അടുത്ത് പറയരുത്, അവരറിഞ്ഞ പ്രോബ്ലം ആവൂന്ന് പറയും. ആ ഓക്കെ, ഞാൻ എന്തായാലും പറയുന്നില്ല, വാ നമുക്ക് പാരന്റ്സിനെ കാണാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നടക്കും. അപ്പോ ഷാവിനെ കണ്ട് ആണെങ്കിലോ എന്താടാ നീ കോളേജ് കഴിയാൻ പോവാണെന്നൊക്കെ അറിഞ്ഞല്ലോ, അടുത്ത് തന്നെ നല്ല ജോബിന് ചേരില്ലേ, എനിക്ക് എന്തായാലും ട്രീറ്റ് വെക്കണോന്നും പറഞ്ഞ് നടന്നു പോകും. ഷാവാണെങ്കിലോ ഇവളെ നോക്കി വല്ലാണ്ട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. പുള്ളിക്കാരനൊരു വൺ സൈഡ് ക്രഷ് സീയുടെ മേത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സീനെ നോക്കി ചിരിച്ചുകൊണ്ട് പുള്ളിക്കാരനും പുറകെ പോകും. അങ്ങനെ 3 പേരും കൂടി ഹുവാനയുടെ വീട്ടിലേക്ക് എത്തും. ഹുവാനയുടെ പാരന്റ്സ് ആണെങ്കിലോ സീനെ കണ്ട് ഒരുപാട് ഹാപ്പി ആകും. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അയ്യോ എത്ര നാളെ എന്റെ മോളെ കണ്ടിട്ട്, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കൊഞ്ചാനായിട്ടൊക്കെ തുടങ്ങും. അതിനിടയിൽ ഹുവാനയുടെ അമ്മ ഹുവാനയുടെ അടുത്തേക്കും ചെല്ലും. എന്താടി ലിയാങ് എങ്ങാനും ഇപ്പൊ വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലമ്മ, അവനെ ഒരു മീറ്റിംഗിൽ പെട്ടുപോയി, അതുകൊണ്ട് വരില്ല എന്നാ പറഞ്ഞെന്ന് പറയും. എന്താടി ഇത്, അവനൊരു ഉത്തരവാദിത്വം ഇല്ല എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. അതിനിടയിൽ ഹുവാനയുടെ കാര്യവും കൂടി അമ്മ എടുത്തിടും. ഹുവാന നീ സീനെ കണ്ടു പഠിക്ക്, അവള് കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ മാരേജ് ചെയ്ത് ഇപ്പൊ ഒരു കുട്ടിയുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുവാണ്. നീ ഇവളെ കണ്ടില്ലേ, ഇവളത് ഒന്നും ചെയ്യുന്നില്ല, അതിന്റെ സങ്കടത്തിലാണ് ഞങ്ങളുള്ളത്, നീ എന്തായാലും നിന്റെ ഫ്രണ്ടിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നറിയും. അപ്പൊ തന്നെ ചെയ്യും ആന്റി നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ഇതിപ്പോ 2024 ഈ കാലഘട്ടത്തില് മാരേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബോണസ് പോലെയാണ്, അത് ലൈഫ് ലോങ് ഉള്ള കാര്യമല്ലേ, ഇപ്പൊ നിങ്ങൾ എന്റെ കാര്യം തന്നെ എടുക്ക്, ഞാനിപ്പോ ഡിവോഴ്സ് ആയി നിൽക്കുവാണ്, ആ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, എന്റെ മകനെയാണെങ്കിലും എന്റെ ഹസ്ബൻഡ് വാങ്ങിയെടുത്തു, ഇപ്പൊ എന്റെ മകന്റെ മേത്ത് എനിക്കൊരു അവകാശവും ഇല്ലാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനോ ഒന്ന് ഷോക്കാകും. എന്താടി നീ പറയുന്നേന്ന് ചോദിക്കും.
ആടി ഞാൻ പറയാണ്ട് വിട്ടുപോയതാണ്, എന്ത് ചെയ്യാനാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. അതുകൊണ്ട് അവനെ പറ്റി ഒന്നും ചിന്തിക്കാണ്ട് ഒന്നും അന്വേഷിക്കാണ്ട് മാരേജ് ചെയ്തതാണ്. ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന് വൈഫിനെയൊന്നും ആവശ്യമില്ല, ഒരു ആയനെ മാത്രമേ ആവശ്യമുള്ളൂ. അതറിഞ്ഞുകൊണ്ട് ഞാനിനി എങ്ങനെ അവന്റെ കൂടെ മുന്നോട്ട് പോകും? അതുകൊണ്ടാണ് അവനെയും കളഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഭുവാനയുടെ പാരന്റ്സിന് ഗിഫ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കും. ഇത് കേൾക്കുമ്പോ അവർക്കും ചെറിയ രീതിയിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഹാപ്പി ആയിട്ട് ആ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെക്കും. അങ്ങനെ ഭുവാനയുടെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞ് സിയും ഭുവാനയും കൂടി നേരെ ഒരു സ്ഥലത്തേക്ക് ചെല്ലും. ഡേഡി, ഈ ഒരു സ്ഥലത്താണ് ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഡിവോഴ്സ് ആയപ്പോ എനിക്ക് ഒരുപാട് ക്യാഷ് ഒക്കെ കിട്ടി, അത് വെറുതെ വെക്കണ്ടല്ലോ, എന്തെങ്കിലും ബിസിനസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത സ്ഥലമാണ് ഇത്. എന്തായാലും വാടി നമുക്ക് അകത്തേക്ക് പോവാം, 2 ഗ്ലാസ് വൈനൊക്കെ കുറിച്ച് സംസാരിക്കാന്നും പറഞ്ഞ് രണ്ടും കൂടി നേരെ അകത്തേക്ക് പോകും. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് വൈനൊക്കെ കുടിക്കാനായിട്ട് തുടങ്ങും. അതിനിടയിൽ ഭുവാന മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുഴപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പതേ അവൻ എന്റെ ലൈഫിലേക്ക് വന്ന് വീണ്ടും അതൊക്കെ കുഴപ്പത്തിലാക്കി എന്ന് പറയും. എന്താടി നടന്നത്? 3 വർഷം അവൻ എങ്ങനെ നിന്റെ അടുത്ത് നുണ പറഞ്ഞ് പിടിച്ചു നിന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഭുവാനയും നടന്ന കാര്യങ്ങളെല്ലാം ജീക്ക് വിവരിച്ചു കൊടുക്കും. ഓൾറെഡി മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാണ്. ഇപ്പതേ നീയും കൂടി ഡിവോഴ്സ് ആയിട്ട് വന്ന് നിൽക്കുന്നു. ഇപ്പൊ എനിക്ക് ഒന്നും കൂടി പേടിയായി എന്ന് പറയും. ദേ നോക്കു ഭുവാന, മാരേജ് എന്ന് പറയുന്നത് നിന്റെ ലൈഫിൽ ആവശ്യമാണ് എന്ന് വിചാരിച്ച് നീ മാരേജ് ചെയ്യണ്ട. നിനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ വരുവാണെങ്കിൽ മാത്രം നീ മാരേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ എന്റെ ലൈഫ്, അതേപോലെ നീ നിന്റെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ. അത്രേ ഉള്ളൂ, അതൊക്കെ നീ സിമ്പിൾ ആയിട്ട് എടുക്കണോന്ന് പറയും. നിന്നെ പോലെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് വേണം. എന്തായാലും അതിപ്പോ എന്റെ കയ്യിലില്ല, പിന്നീട് എന്തായാലും നോക്കാന്നും പറഞ്ഞ് നിൽക്കും. അങ്ങനെ നേരെ ഭുവാന വീട്ടിലേക്കും ചെല്ലും. വാതിൽ തുറന്ന് കയറുമ്പോ അച്ഛന്റെ അമ്മയുടെ റൂമിൽ നിന്ന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അവരാണെങ്കിലോ ഭുവാനയുടെ മാരേജിന് വേണ്ടിയിട്ട് ഇനി എത്ര ക്യാഷ് വേണോന്നും പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും മാരേജ് നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ പോലും നമ്മുടെ കയ്യിലില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അമ്മ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. നീ ഒരു പണി ചെയ്, എന്റെ കയ്യിൽ ഈ ഒരു വാച്ചില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ വിൽക്കാന്ന് പറയും. അയ്യോ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആ വാച്ച് നമ്മുടെ കല്യാണത്തിന് നിങ്ങൾക്ക് ശ്രീധരമായിട്ട് തന്നതല്ലേ, അപ്പോ അതെന്തായാലും കൊടുക്കാൻ പാടില്ല. എന്തായാലും എന്റെ കാതിൽ കമ്മലുണ്ട്, കയ്യിൽ ചെയിനുണ്ട്, വളയുണ്ട്, മോതിരമൊക്കെ ഉണ്ട്. ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് നമ്മുടെ മകളുടെ മാരേജ് നടത്താന്ന് പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ട് ഭുവാനക്കും ഭയങ്കര ഫീൽ ആകും. അങ്ങനെ നേരെ റൂമിലേക്ക് ചെന്നിരുന്ന് അവളുടെ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. മിനി രാവിലെ തന്നെ മീറ്റിങ്ങിനായിട്ട് വന്നിരിക്കും. ഇപ്പോ ചൈനീസ് വാലന്റൈൻസ് ഡേ വരാനായിട്ട് പോവാണ്. അതിന്റെ ഭാഗമായിട്ട് ഹോട്ടലിൽ എന്തൊക്കെ ഓഫേഴ്സ് കൊടുക്കാം, എന്തൊക്കെ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ പ്രോജക്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ എല്ലാവരുടെ അടുത്തും ആ പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ ഐഡിയാസ് ഒക്കെ പറയും. ഇപ്പൊ നമ്മുടെ ഹുവാനയുടെ ടേൺ ആണ്. അവളാണെങ്കിലോ നമ്മളെപ്പോഴും ചൈനീസ് ന്യൂ ഇയറിന്റെ അന്ന് കപ്പിൾസിനല്ലേ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുക. ഈ പ്രാവശ്യം കപ്പിൾസിന്റെ കൂടെ അവരുടെ പാരന്റ്സിനെയും കൂടി മീറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ഓഫർ നമ്മൾ കൊടുക്കണം. അതുമല്ലാണ്ട് ഫുഡിലും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ഡിഷസ് ഒക്കെ വെച്ച് അതിലും കൂടി ഓഫർ കൊടുക്കാന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും, എന്താ ഹുവാന, നിന്റെ മാരേജിന്റെ കാര്യം നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് തന്നെ നിൽക്കുവാണോ? ലവ് എന്ന് പറയുന്നത് തന്നെ സ്വയമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കും. ലവ് എന്ന് പറയുന്നത് സ്വയമായിട്ട് ചിന്തിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കും അറിയാം. പക്ഷെ ചൈന എന്ന് പറയുന്ന ഒരു കൺട്രിയില് ഒരു മാരേജ് എന്ന് പറയുമ്പോൾ അതില് ഫാമിലി മൊത്തം ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോ മാരേജ് ചെയ്യാൻ പോകുന്ന കപ്പിൾസ് വരുമ്പോൾ അവരുടെ ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ആവുന്നത് നന്നായിരിക്കില്ലേ? അപ്പൊ നമുക്ക് ഫാമിലി കസ്റ്റമേഴ്സിനെയും കൂടി കിട്ടും. ഇതെന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ലേ എന്ന് ചോദിക്കും. എന്തായാലും നിന്റെ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട്, ഫ്രഷുമാണ്. അപ്പോ നിന്റെ ഐഡിയ അനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന്റെ ഇൻചാർജ് നീ തന്നെ ആയിക്കോ, എല്ലാം നീ തന്നെ അറേഞ്ച് ചെയ്തോന്ന് മിങ്ങും പറയും. പക്ഷെ ഇതൊന്നും ഹുവാനയുടെ ടീമിന്റെ ഇൻചാർജിന് പിടിക്കുന്നൊന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മിങ് അവന്റെ ക്യാമ്പിലേക്ക് വിളിപ്പിക്കും. അങ്ങനെ ഹുവാനേന അവന്റെ അസിസ്റ്റന്റിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് മിസ്റ്റർ ഹി, എന്റെ അസിസ്റ്റന്റ് ആണ്. ഇനി മുതൽ നിന്നെയും ഇവൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ദേശാൻ കമ്പനിയിൽ നിന്നാണല്ലോ നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ സപ്ലൈ ആവുന്നത്. അങ്ങോട്ടേക്ക് ചെന്ന് നല്ല ഡിസ്കൗണ്ടിൽ നീ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരണം. ആ ഒരു ഉത്തരവാദിത്വം കൂടി നീ ഏറ്റെടുക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്ക് ദേഷ്യം കയറും. ദേശാൻ കമ്പനിയുടെ അടുത്ത CEO എന്റെ ബോയ് ഫ്രണ്ട് ആണ്. അതറിഞ്ഞിട്ടാണല്ലേ നിങ്ങൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പ്രോജക്റ്റും വേണ്ട, ഈ ജോലിയും വേണ്ട എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോവാനായിട്ട് ശ്രമിക്കും. അപ്പൊ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട്, എനിക്ക് ആ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. പിന്നെ നിന്റെ കഴിവിൽ നിനക്ക് വിശ്വാസമില്ലേ? നീ ആ കഴിവ് യൂസ് ചെയ്ത് മുന്നോട്ട് പോവാൻ നോക്കെന്ന് പറയും. ഓ, അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിട്ട് ഹുവാനയും ഓക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും.
അങ്ങനെ ഹുവാന നേരെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലും. എന്റെ മേത്ത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ, എന്റെ ബോയ് ഫ്രണ്ടിന്റെ മേത്ത് വിശ്വാസം സാറിനുണ്ടെന്നും പറഞ്ഞു നിൽക്കും. ആ ടൈമിനാണ് ലിയാങ് അയച്ച വലിയൊരു ബൊക്കെ ഹുവാനക്ക് റിസീവ് ആവുന്നത്. എന്റെ മേത്ത് ദേഷ്യത്തിലാണോ മുത്തിയെന്നും പറഞ്ഞ് ഒരു ലെറ്ററും കൂടി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഇവന്റെ ശല്യമാണ് എനിക്ക് താങ്ങാൻ പറ്റാത്തെന്നും പറഞ്ഞിട്ട് ഹുവാന അവിടെ ഇരിക്കും. അപ്പൊ തന്നെ ഫ്രണ്ടും, എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? എന്തായാലും നീ അവനെ ബ്രേക്കപ്പ് ഒന്നും ചെയ്യില്ല, വീണ്ടും നീ അവനെ കണ്ട് സംസാരിക്കും. പിന്നെ എന്താ പ്രോബ്ലം? നീ അവന്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുക, അവൻ എന്തായാലും നിനക്ക് നല്ല ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് ഒക്കെ തരും. എന്തായാലും നീ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറയും. ഇത് കേട്ട് ഹുവാനയും ഒന്ന് ചിന്തിച്ചു നിൽക്കും. എന്തായാലും ഈ വഴിയും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്നും പറഞ്ഞ് നേരെ ലിയാങ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് ചെന്ന് നിൽക്കും. പക്ഷെ അവനോട് ഈ കാര്യം പറയാനായിട്ട് മനസ്സ് വരുന്നില്ല. എന്തായാലും ലിയാങ്ങിന് ഇഷ്ടമുള്ള ഫുഡ് കുറച്ച് ഓർഡർ ചെയ്ത് കൊടുക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരി ഫോൺ എടുത്ത് ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ടൈമിന് ലിയാങ്ങിന്റെ വീട്ടില് 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അങ്ങനെ ഇവര് 3 പേരും കൂടി ഗെയിം കളിച്ചോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. എടാ എഴുന്നേറ്റ് പോടാ, എന്റെ ഹുവാനി ആയിരിക്കും വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ലിയാങ് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷേ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ആളാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ലിയാങ്ങിന് വല്ലാത്ത സങ്കടമാവും. അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ച് കഴിക്കാനായിട്ട് തുടങ്ങും. എപ്പോഴാ ഹുവാന എന്നെ മനസ്സിലാക്കുന്നത്? അവളില്ലാണ്ട് എന്റെ ഒരു കാര്യവും നടക്കുന്നേ ഇല്ല, എനിക്ക് അവളില്ലാണ്ട് പറ്റുന്നേ ഇല്ല എന്നും പറഞ്ഞ് ലിയാങ് അവിടെ ഇരുന്ന് പുലമ്പിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ഒരു ഫ്രണ്ടും, അപ്പൊ നിനക്ക് വേണ്ടത് ഒരു ഗേൾ ഫ്രണ്ടിനെ അല്ല, ഒരു സർവന്റിനെയാണ്. നീ അത് ആലോചിച്ച് നോക്ക്, നീ ശരിക്കും അവളെ ലവ് ഒന്നും ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയും. ഇത് കേട്ട് ലിയാങ്ങും ഫ്രണ്ട്സിനെയൊക്കെ ചീത്ത പറയാനായിട്ട് തുടങ്ങും. അതേ ടൈം ഹുവാനയാണെങ്കിലോ ലിയാങ്ങിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ മടിയായിട്ട് നേരെ ലിയാങ്ങിന്റെ കമ്പനിയിലേക്ക് ചെല്ലും. മാനേജേഴ്സിനൊക്കെ കണ്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ ലഞ്ച് പോലും അവിടെ ഇരുന്ന് കഴിക്കും. ആ ടൈമിനാണ് മാനേജേഴ്സ് 2 പേര് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഹുവാനെ കാണുമ്പോൾ തന്നെ ഒരുപാട് നേരമായിട്ട് ആ പെൺകുട്ടി നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓൾറെഡി നമ്മുടെ ഡീലിങ്സ് എല്ലാം കഴിഞ്ഞു, ഇനി അങ്ങനെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ മറ്റേ ആള് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് 2 പേരും കൂടി നേരെ ഹുവാനയുടെ അടുത്തേക്ക് ചെല്ലും. ആയ് ഹുവാന, നീ ഡീലിങ്സ് സംസാരിക്കാനായിട്ടല്ലേ വന്നത്? എന്തായാലും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, നമുക്ക് 3 പേർക്കും കൂടി എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഡീലിങ്സിനെ കുറിച്ച് സംസാരിക്കാന്ന് പറയും. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് ഹുവാനയും ഇവരെ കൂടെ നേരെ ഒരു ഹോട്ടലിലേക്ക് ചെല്ലും. അതേ ടൈം ഇങ്ങനെയും അസിസ്റ്റന്റിനെയും കാണിക്കാണ്. അസിസ്റ്റന്റ് ആണെങ്കിലോ എന്തായാലും ഹുവാന സൂപ്പറാണ്. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നേരെ ഷാങ്കായ് കമ്പനിയുടെ മാനേജേഴ്സിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. എന്താ പ്രോബ്ലം എന്ന് വെച്ചാല് 2 പേരും കുടിവെള്ള ടാങ്കറാണ്, അതാണ് ഒരു പ്രോബ്ലം. എങ്ങനെ ആ പെൺകുട്ടി അവരെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും ഇല്ലാന്ന് പറയും. ഇത് കേൾക്കുമ്പോ മിങ്ങും, ആവശ്യമില്ലാണ്ട് ഞാൻ ആ പെൺകുട്ടീനെ ഒരു പ്രോബ്ലത്തിലേക്കാണോ തള്ളി വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒന്ന് ചിന്തിച്ചോണ്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.